ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് 5 കിലോൻ്റെ കേക്കാണ് ചെയ്യുന്നത് കേട്ടോ. 5 കിലോൻ്റെ 3 സ്റ്റെപ്പായിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആ കേക്കിനെ പറ്റിയിട്ട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അത് 3 സ്റ്റെപ്പ് കേക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയും ഡൗട്ടൊക്കെ തോന്നാറ്. അവർ മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. 3 സ്റ്റെപ്പ് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേടി പാടില്ല കേട്ടോ. പേടിയുള്ളവർക്കാണ് നമ്മൾ കൈ വിറയ്ക്കണതും സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണതും. നമ്മളങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അതായത് ഇതിപ്പോൾ കേക്ക് നമുക്ക് ചെയ്യാൻ ഒരു പേടിയൊന്നും വേണ്ടല്ലോ. നമുക്ക് എന്താ പറയുക, അങ്ങോട്ട് സ്റ്റെപ്പുകൾ എന്താ പറയുക, ഒരു കേക്കിന് മുകളിൽ ഒരു കേക്ക് വയ്ക്കുമ്പോൾ അങ്ങോട്ട് ധൈര്യത്തിൽ അങ്ങോട്ട് വെച്ചാൽ മതി. അത് പേടിച്ചിട്ട് വയ്ക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൈ വിറയ്ക്കുക. അപ്പം നമ്മുടെ സ്റ്റെപ്പൊക്കെ മാറിപ്പോവും. ആദ്യമൊക്കെ പോട്ടെ. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ സ്പഞ്ച് എടുത്തിട്ട് 3 ലെയറാക്കിയിട്ട് എല്ലാ ലെയറും സെറ്റാക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ലെയറിൽ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ബട്ടർ സ്കോച്ചിട്ട് സോസ് നന്നായി ആഡ് ചെയ്തിട്ട് അത് വെറ്റ് ചെയ്ത് അതിന് ശേഷം ക്രീം തേച്ചു. ക്രീമിൽ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, നട്ട്സും പ്രളയിലൊക്കെ ഇട്ടു. അങ്ങനെ ഓരോ ഇതും സെറ്റാക്കിട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ ബ്രെഡ് ടു ബീയുടെ കേക്ക് കിട്ടല്ലോ ഇന്നലെ. അപ്പോൾ അതിന് ശേഷം ഞാനിനി കുക്കിംഗ് വ്ളോഗ് കുറച്ചൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചു. കേക്കിൻ്റെയൊക്കെ നിർത്തല്ല, കുറച്ച് അങ്ങനെ മാറി ചെയ്യുമ്പോൾ കേക്കിൻ്റെ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇനി ബോറടിച്ചാലോ എന്ന ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വോയിസ് എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കും കിട്ടണമെന്നില്ല. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായി ബോറടിക്കണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെയും ആദ്യമായിട്ട് കാണുന്നവരൊക്കെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ കയ്യോറ് എന്താന്ന് ചോദിക്കുക അല്ലേ. അതെന്താണെന്നറിയോ, എൻ്റെ ഗ്ലൗസ് കാണാനില്ല, എന്നല്ല കഴിഞ്ഞു പോയി. അത് ആകെ 4 എണ്ണം മേടിച്ചതാണ്. അതൊക്കെയും കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് കേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഗ്ലൗസ് ഇല്ല. മറ്റേ ഗ്ലൗസ് ആണെങ്കിൽ ഇതിന് മുമ്പത്തെ കേക്ക് ചെയ്യുമ്പോൾ ആ ഗ്ലൗസ് കേടുവരും ചെയ്തു. അപ്പോൾ പിന്നെ ഗ്ലൗസ് വാങ്ങാൻ പോകാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് പറഞ്ഞാൽ, നമ്മുടെ കുബൂസിൻ്റെ പണിക്ക് യൂസ് ചെയ്യണ ആ കയ്യിലിടുന്ന അതുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്നു. അതും കൊണ്ടാണ് ഞാൻ പിന്നെ കേക്ക് ചെയ്യാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഗ്ലൗസിൻ്റെ ആവശ്യമില്ലല്ലോ, അങ്ങനത്തെ പണിക്കൊന്നും ഗ്ലൗസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഗ്ലൗസ് ഊരി വെച്ചിട്ട് പിന്നെ അങ്ങനത്തെ പണികൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതാവുമ്പോൾ സ്പീഡ് കിട്ടണത്. ഗ്ലൗസ് ആകുമ്പോൾ നമുക്ക് സ്പീഡ് കുറയുകയാണ് ചെയ്യണത്. എന്നാലും ഞാൻ ഗ്ലൗസ് മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ കയ്യിലൊന്നും ആവണമൊന്നുമില്ല ക്രീമും കേക്കൊന്നും. പിന്നെ എന്തിനാണ് ഇത് ഗ്ലൗസ് ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അത് നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഈ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ കളറാണ് കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഡ്രസ്സിൻ്റെ കളറ്. അവർ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡ്രസ്സ് ഇട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നു കേട്ടോ. അപ്പോൾ ആ കളറ് നോക്കിയിട്ടാണ് ഇപ്പോൾ കേക്കും ചെയ്യണത്. പിന്നെന്താ, പിന്നെ ഞാൻ പിന്നെ ഒരു സമാധാനമില്ലാണ്ട് ആ കയ്യോറെടുത്തിട്ടു. പിന്നെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ധൈര്യത്തിൽ തന്നെ ഇരിക്കണം. പേടിക്കാനൊന്നും പാടില്ല. പേടിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ കേക്കുകളുടെ സ്റ്റെപ്പുകളൊക്കെയും മാറി പോണത് എന്നാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ കണ്ടില്ലേ, ഇനി കേക്ക് ചെയ്യുമ്പോഴും അതുപോലെ സ്റ്റെപ്പിൽ ഓരോ കേക്കിൻ്റെ മുകളിൽ ഓരോ കേക്ക് വെക്കണ വീഡിയോസൊക്കെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് 4 ഭാഗത്തൊരു ഗോൾഡൻ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ ഈ കളറിന് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗോൾഡൻ കളർ നിൽക്കും. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഇത് ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പാണ് കേട്ടോ. ഇതിന് വലിയ നമ്മുടെ അടിയത്തെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഞാൻ എന്നിട്ട് മാറ്റിയിട്ടോ. അത് വലിപ്പം കൂടുതലായി തോന്നി. നമ്മുടെ 3 ലെയർ കേക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ഇത്ര വലിപ്പം തോന്നണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 1.5 കിലോൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ കേക്ക് ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 1.5 കിലോൻ്റെ സ്റ്റാൻഡ് എടുത്തിട്ട് അതിലേക്ക് മാറ്റി ഞാൻ കണ്ടോ, അതിൻ്റെ അടിയത്തെ സ്റ്റാൻഡ്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ നമ്മുടെ 4 ഭാഗത്തും കേക്കിനൊരു ഹൈലൈറ്റായിട്ട് ഗോൾഡൻ കളറൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തും ഡിസൈൻ കൊടുത്തു കേട്ടോ. ഇപ്പം നല്ല അടിപൊളി ലുക്കായിട്ടോ. ആ കളറും ആ സ്റ്റെപ്പും. ഇതിപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വേഗം ചെയ്തെടുത്തു. നേരം ഉണ്ടെങ്കിൽ ഞാൻ ഓരോ കേക്കും ക്രം കോട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പായിട്ടാണ് ചെയ്യാം.
ഇന്ന് വിചാരിച്ചു ക്രം കോട്ടൊന്നും ചെയ്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന്. അതായത് ടൈം ഒരുപാടായി. അങ്ങനെ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. മറ്റേ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഫുൾ ഫിനിഷ് ആക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്ന് ലൈറ്റായിട്ട് ഒരു കളർ കൊടുത്തിട്ടോ. അത് ഫസ്റ്റത്തെ സ്റ്റെപ്പിന് നല്ല ഡാർക്കായിട്ട് കൊടുത്തു, രണ്ടാമത്തെ സ്റ്റെപ്പിന് ഒന്ന് ലൈറ്റായിട്ട് കൊടുത്തു. കണ്ടില്ലേ, എന്തും നല്ല പൊക്കമുള്ള സൈസ് കേക്ക് നന്നായി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പ് നമ്മൾ നല്ലോണം പൊക്കത്തില്ല ചെയ്തത് കേട്ടോ. ഒരു ടോൾ കേക്കിൻ്റെ ഒക്കെ ഒരു ഇതൊന്നും അത്രയ്ക്കും ഇങ്ങോട്ടല്ല, എന്നാലും അത്യാവശ്യം ടോളായിട്ട് തന്നെയാണ് ചെയ്തത്. ഇതിലേക്കും നല്ല ഗോൾഡൻ കളറ് നമ്മൾ 4 ഭാഗത്തും കൊടുത്തു കേട്ടോ. നല്ലൊരു ഭംഗിയാണ് ഗോൾഡൻ കളർ കാണാൻ വേണ്ടിയിട്ട് കേക്കിൽ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓരോ കേക്കും ചെയ്തെടുക്കണം കേട്ടോ. എന്താ പറയുന്നുണ്ടെങ്കിൽ നേരമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ബാക്കി എല്ലാ കേക്ക് 3 സ്റ്റെപ്പ് ഞാൻ വേഗം ചെയ്തെടുക്കുക ചെയ്തത്. രണ്ടാമത്തെ സ്റ്റെപ്പിലും ഫസ്റ്റത്തെ സ്റ്റെപ്പത്തെ അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടോ, യാതൊന്നും മാറ്റി കൊടുത്തില്ല. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കേക്ക് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫിനിഷ് ചെയ്ത ശേഷം ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഇതാത്ത കണ്ടില്ലേ, പെട്ടെന്ന് അങ്ങോട്ട് വെച്ചാൽ മതി. നമ്മൾ പേടിച്ചിരിക്കില്ല, കണ്ടില്ലേ, എടുക്കലും വെക്കലും ഒരുമിച്ചായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഫസ്റ്റും സെക്കൻഡും ആയി. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്താൽ മതി. പിന്നെ ആ 4 ഭാഗത്തും ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും കൂടിയിട്ട് സെറ്റ് ചെയ്ത ആ ഭാഗത്ത് ജസ്റ്റ് അടിയത്തെ അതേ ഡിസൈൻ തന്നെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഈ 2 കേക്കും കൂടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. കണ്ടില്ലേ, നല്ല രസമല്ലേ. അപ്പോൾ അതിന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അതിന് സെറ്റാവട്ടെ. അപ്പം 3ാമത്തെ സ്റ്റെപ്പാണ് ഇനി ചെയ്യാൻ പോണത് കേട്ടോ. 3ാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ടല്ല, എന്നാൽ അധികം അങ്ങോട്ട് ഡാർക്കും ആവാണ്ടുള്ള ആ കളർ തന്നെ കൊടുത്തത് കേട്ടോ. കല്യാണ പെണ്ണിൻ ചെക്കൻ്റെയും ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞില്ലേ, ബർഗണ്ടി കളർ എന്ന് പറയും. അങ്ങനെ ആ കളറ്. പിന്നെ ഞാൻ ക്യാമറ ഒന്നും ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അതായത് കുറച്ചും കൂടി ഒരു ലുക്ക് കിട്ടും ഇതാ തോന്നുന്നു. പിന്നെ ജനലിൽ വയ്ക്കണ സമയത്ത് മൊത്തത്തിലെടുക്കുമ്പോൾ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെക്കാൻ വിചാരിച്ചു. ഒരേ സൈസിന് തന്നെ ഇതിനെ എപ്പോഴും വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെ 3ാമത്തെ ലെയർ കേക്കും ചെയ്തെടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ 3 കേക്കും ചെയ്തെടുത്തു. നമുക്ക് ഫസ്റ്റ് ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ചെയ്തിട്ട് നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറേ ടൈമൊന്നും ആവില്ല. പക്ഷേ നമ്മൾ ക്യാമറയ്ക്കും വീഡിയോ എടുത്തിട്ട് പിടിക്കുമ്പോഴാണ് നമുക്ക് കുറേ ടൈം പിടിക്കാം. അങ്ങനെ ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മുടെ താത്താരൊക്കെ ഇവിടെ പണിയുണ്ട്. അപ്പോൾ അവരെന്തോ ചോദിച്ചപ്പോൾ അതിന് മറുപടിക്ക് ഞാൻ പറഞ്ഞു കേട്ടോ, പണിത്തിരക്കിലാണ്, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് തമാശയ്ക്ക് വിളിക്കുന്നതാണ്. ചിലപ്പോൾ ഞാൻ അവിടെ തിരക്കിട്ട് നല്ല മണിയിലാവും കേട്ടോ. അപ്പോൾ കാണാൻ എന്നെ വിളിക്കണത്, പോയി നോക്കുമ്പോൾ ഞാൻ വെറുതെ വിളിച്ചതാ പറയും അവർ. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഈ കേക്കിൻ്റെ നല്ല തിരക്കുള്ള ദിവസവും അതുപോലെ ഓർഡർ കുറവുള്ള ദിവസം ഞാൻ കുബൂസിന് ഇപ്പോൾ പോകാറില്ല കേട്ടോ. അപ്പോൾ അത് അവരെന്നെ ചെയ്യും. ഓർഡർ കൂടുതലുള്ള ദിവസം ഞാൻ കുബൂസിന് പരത്താനോ കുഴയ്ക്കാനോ ഒക്കെ എന്തിനെങ്കിലൊക്കെ എനിക്കും പണിയുണ്ടാവും. അപ്പം ഇന്ന് ഇതിപ്പോൾ 2 ലെയറും കഴിഞ്ഞ് 3ാമത്തെ ലെയർ ഞാൻ സെറ്റ് ചെയ്യാണ് കേട്ടോ. കണ്ടില്ലേ, അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അതങ്ങോട്ട് ഓക്കെ ആയിട്ട് നിൽക്കും. കണ്ടോ, ഒരു വളവോ തിരിവോ എന്താ പറയുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ കണ്ടില്ലേ. അങ്ങനെയാണ് നമ്മൾ ഓരോ ലെയറും വെക്കുക. ഒരു കേക്കിൻ്റെ മുകളിൽ ഒരു കേക്ക്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഈ ഫ്രിഡ്ജ് ഞാൻ പറയാറുണ്ടല്ലോ, ഇത് നമ്മുടെ ക്രീമും ഇതൊക്കെ വയ്ക്കാനുള്ള ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കേക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത് തന്നെ ഫ്രിഡ്ജ് ഉള്ളത് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാനിങ്ങനെ ക്യാമറ എങ്ങനെ വൃത്തി ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതായത് ഫോണ് വീഡിയോ എടുക്കണത് കേട്ടോ. അങ്ങനെ എപ്പോഴും ഒരേ മോഡലാകുമ്പോൾ ഒരു സുഖക്കേട് തോന്നിയിട്ട് ഞാൻ തിരിച്ചു വെച്ചതാണ്. പിന്നെ എന്താ, ഞാൻ വോയിസ് കൊടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. കേക്കും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി 10:30-11 മണിയൊക്കെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നാളെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 5 കിലോൻ്റെ 3 സ്റ്റെപ്പ് കേക്ക് ഫിനിഷായി തുടങ്ങി ഗൈസ്. അതുണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരു സന്തോഷം.
ആ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് പണിയും കഴിഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അത് ഏത് കേക്കാണെങ്കിലും ശരി. പിന്നെ നമ്മുടെ കസ്റ്റമർ നമുക്ക് നല്ല സന്തോഷം, നല്ല ഇഷ്ടമായി എന്ന് വിളിച്ച് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ഹാപ്പി. ഓരോ കേക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കസ്റ്റമറിനും ചോദിക്കും കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം മിക്കവരും വോയിസിലും എന്താ പറയുക മെസ്സേജ് ഇടുക ചെയ്യാറ്, സൂപ്പർന്നോ ഇഷ്ടമായിന്നോ അങ്ങനെയൊക്കെയും പറയാറുണ്ട്. ചിലർ വോയിസ് ഇടും. ഞാൻ 1-2 പേരെ വോയിസാണ് ഞാൻ ഫസ്റ്റ് കമൻറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ വീഡിയോസിലൊക്കെ കൊടുത്തതും. പിന്നെ ഈ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ക്രീമും കൊണ്ട് ഫ്ലവർ കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ വിചാരിച്ചു നമ്മുടെ എന്താ പറയുക ക്രീം അല്ലാണ്ട് സാധാ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങില്ല ആ ഫ്ലവർ വയ്ക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബർഗണ്ടി കളറിന് മാച്ചായിട്ടുള്ള ഫ്ലവറുകൾ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ഒരു വൈറ്റിൽ നടുവിൽ ആ ബർഗണ്ടി കളർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അതേ കേക്കിൻ്റെ ഓൾമോസ്റ്റ് അതേ കളർ ഒരു ഇത് വെച്ചു. പിന്നെ അതിലേക്ക് പെട്ടൊരു വേറൊരു കളർ വെച്ചു. അങ്ങനെ 3-4 ഫ്ലവർ വെച്ചിട്ട് ഞാൻ കേക്ക് സെറ്റാക്കി കേട്ടോ. ഫ്ലവർ എങ്ങനത്തെ ഫ്ലവർ ആദ്യം ഞാൻ വൈറ്റ് മൊത്തം കൊടുക്കാൻ വിചാരിച്ചിട്ടോ. വൈറ്റ് ഫ്ലവറുകൾ അതും നല്ലൊരു ഭംഗി തന്നെ കാണാൻ എനിക്കിഷ്ടം. അപ്പോൾ എപ്പോഴും ഒരേപോലെ കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് ഇന്ന് കേക്കിന് മാറി ഡിസൈൻ കൊടുത്തത്. പിന്നെ എല്ലാവർക്കും എന്താ പറയുക 5 kg കേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നോക്കി ചെയ്താൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ നമ്മുടെ ഇത് റിസപ്ഷനുള്ള കേക്കാണ് കേട്ടോ, വെഡിങ് റിസപ്ഷന്. ഇത് ദൂരേക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ സ്റ്റിക്കൊന്നും ഉള്ളിൽ കൂടെ വെച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തന്നെ സെറ്റായിട്ടിരിക്കും. പിന്നെ ഗോൾഡൻ കളറ് നമ്മൾ റിസപ്ഷനൊക്കെ നമ്മൾ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഒന്ന് ഹൈലൈറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ ലീഫ് ഉണ്ടല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തു. എല്ലാ ഭാഗത്തിലും ആ ഫ്രണ്ട് ഭാഗത്ത് മാത്രം കേട്ടോ. അത് കൊടുത്തപ്പോൾ ഒരു നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്കൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെ നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ഭംഗി കേട്ടോ, ക്യാമറയിൽ അത്ര ഒരു ഭംഗി തോന്നണില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ എന്താ പറയുക 5 kg 3 സ്റ്റെപ്പ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് എഴുതുമോ, ഒന്നറിയിക്കുമോ. ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും ഒക്കെ അയച്ചോളൂ. പിന്നെ ഇനി എടുക്കേണ്ടത് നമ്മുടെ ഇതുണ്ടല്ലോ ടോപ്പർ, അതായത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ടോപ്പർ. അതല്ല ഇതൊരു ചെക്കനും പെണ്ണും കൂട്ടിയിട്ട് നിൽക്കുന്ന ടോപ്പർ. അങ്ങനെ ടോപ്പറും കുത്തി വെച്ചു. പിന്നെ ആ ടോപ്പറിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്ലവറുകൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും ഈ കേക്കിൽ ചെയ്യണമെന്ന് ഞാൻ തിരിച്ചും മറിച്ചും നോക്കി ഗൈസ്. ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓവറായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. അവിടെ ഒരു ഫ്ലവർ വയ്ക്കാൻ നോക്കി, പക്ഷേ ഞാൻ അതെടുത്തു. പിന്നെ ആ ഫ്ലവർ മുകളിൽ വയ്ക്കാൻ നോക്കി, പിന്നെ അത് പതുക്കെ മുകളിൽ വെച്ചു. എല്ലാവരുടെയും 4 ഫ്ലവറല്ലേ, ഇതിലൊരു 3 ഫ്ലവർ മുകളിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവർക്ക് 4 ഫ്ലവർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ ഇനി ഞാൻ കുക്കിംഗ് വ്ളോഗൊക്കെ ഇടാം കേട്ടോ. കുക്കിംഗ് വ്ളോഗൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടും. മുളകും മല്ലിയും മഞ്ഞളുടെയും അളവെങ്കിലും ഇടാമല്ലോ. ഇതാവുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാണ്ടായി. കുറേ കാര്യങ്ങളൊക്കെയും കുറേ ഫസ്റ്റ് വ്ളോഗുകളിലൊക്കെയും പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞിട്ട് ഇനി കഥകളൊന്നും ഇല്ലാണ്ടായിപ്പോയി. ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ആലോചിച്ചിട്ട് കിട്ടുമ്പോൾ ഞാൻ അതിടാം. അപ്പോൾ ഇത് നമ്മുടെ സുന്ദരി കേക്കിനെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ 3 സ്റ്റെപ്പ് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ടോപ്പർ ഒന്ന് മാറ്റി കൊടുത്തു. ടോപ്പർ ഈ കേക്ക് ദൂരത്തേക്കുള്ളത് തന്നെയാണ്. കറക്റ്റായിട്ട് എവിടെയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ വന്ന് വാങ്ങിയിട്ട് പോവുക ചെയ്തത്. നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ അവരും. ഇപ്പോൾ ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോയി.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഗോൾഡൻ ബോൾസില്ലേ അത് ചെറുതായിട്ട് 4 ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്തു കേട്ടോ. ആ കാണുന്ന നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തു. പിന്നെ എന്താ ചെയ്തത്, പിന്നെ അതാണ്ടില്ല ബോൾസ് ചെറുതായിട്ട് ലവിൻ്റെയും ഗോൾഡൻ ബോൾ ഇത് എവിടെയാണ് ഇട്ടത്, വേറെ 4 ഭാഗത്തേക്കൊന്നും ആക്കിയില്ല. മറ്റവിടെ പിന്നെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ലീഫും കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. അതിനിടെ റൗഫിൽ വന്നിട്ടുണ്ടായിരുന്നു, റൗഫ് മോന് ബോട്ടിയമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിക്കാം. അപ്പോൾ അവനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഫോൺ സെറ്റ് ചെയ്യാൻ നിന്നു കേട്ടോ. ഫോണിൽ ഇരുന്നാൽ തന്നെ ടൈം പോണത് അറിയില്ല. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ റൗഫ് മോൻ്റെ വിശേഷങ്ങളൊക്കെയും ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ദിവസം കാണാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഒരു ഭയങ്കര സന്തോഷം അല്ലേ. ഇക്കൊക്കെയും ഗൾഫിലുള്ള സമയത്ത് ഒരാഴ്ചയും 2 ആഴ്ചയ്ക്കും പിടിക്കും ഒരു ലെറ്റർ വരാൻ തന്നെ, എപ്പോഴെങ്കിലും ഒരു ഫോൺ വിളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പിന്നെ അത്ര ഈ പറയും വീട്ടുകാരൊന്നും അങ്ങനെ മിസ്സാവില്ല. കാരണം ഇന്ന് ബോട്ടിയമ്മിലും ഫോണിലേക്കും വരികയല്ലേ എല്ലാവരും. പിന്നെ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് 4 ഭാഗത്ത് ക്യാമറ ഉള്ളതുകൊണ്ട് റൗഫ്മോൻ്റെ ഫോണിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അവനും എപ്പോഴും കാണാം നമ്മളെ. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആരാന്നൊക്കെ നോക്കാം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.